ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു ഗ്യാപ്പിന് ശേഷമാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ യോക്ക് പാർട്ടിൽ എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്തിട്ട് ആപ്ലിക് വർക്ക് ചെയ്ത് പ്രിൻസസ് കട്ടിൽ നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ളൊരു സെൽവാർ ടോപ്പാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതുപോലെ ഈ ചെയ്തിട്ടുള്ള ഈ വർക്ക് എന്ന് പറയുന്നത് നമ്മൾ ഈ ടോപ്പിൻ്റെ തുണി ഉണ്ടല്ലോ അതിൽ നിന്ന് തന്നെ കട്ട് ചെയ്തിട്ട് ആപ്ലിക് വർക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ടോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ പ്രിൻറ്റഡ് ആയിട്ടുള്ള ഹക്കോബ തുണിയും യോക്ക് പാർട്ട് ഫ്രണ്ടിലേക്ക് മാത്രം ഈ റെഡ് കളറ് സാറ്റിൻ സിൽക്കാണ് മേടിച്ചത്. ഇതിൻ്റെ ഈ തിളക്കമുള്ള ഭാഗം ഉണ്ടല്ലോ, ഈ തിളക്കമുള്ള ഭാഗം ഞാൻ ചീത്ത വശത്തേക്ക് ഉള്ളിലേക്ക് പോകുന്ന രീതിയിലാണ്, ഇങ്ങനെ ഗ്ലോസി അല്ലാത്ത ഈ ഇങ്ങനത്തെ ഇതാണ് നല്ല വശത്ത് വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ എംബ്രോയ്ഡറിയുടെ പോർഷൻ എവിടെയാണ് വരേണ്ടത് അല്ലെങ്കിൽ വരച്ച് കൊടുക്കേണ്ടത് ചെയ്തെടുക്കേണ്ടതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് പ്രിൻസസ് കട്ടിൻ്റെ അളവിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ പേപ്പറിലൊന്ന് ഈ അളവുകളൊന്ന് പ്രിൻസസ് കട്ടിന് വേണ്ട ഈ ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗം ഇത് സൈഡ് ഭാഗം. അപ്പോൾ ഇതേപോലെ താഴത്ത് വേസ്റ്റ് ഭാഗത്തുനിന്ന് ഈ ആം ഹോളിൻ്റെ അവിടേക്ക് ഇങ്ങനെ കേർവ് ചെയ്ത് റൗണ്ട് ഷേപ്പിലൊന്ന് കേർവ് ചെയ്ത് വരച്ചെടുക്കുന്നതാണ് നമ്മൾ പ്രിൻസസ് കട്ടിൻ്റെ ആ ഒരു ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കട്ടിങ് വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിക്കാം. അത് എല്ലാം കൂടി ആകുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. അപ്പോൾ നമുക്ക് ആദ്യം സെൻറ്റർ പാർട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തുണി ഇതേപോലെ ഒന്ന് രണ്ടായിട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് ഈ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് വെച്ച പേപ്പർ ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഔട്ട്ലൈൻ ഒന്ന് ട്രേസ് ചെയ്ത് വരച്ച് കൊടുക്കുക. ട്രേസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഭാഗത്ത് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്തിട്ട് വേണം വരച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. സൈഡിലെ പീസ് നമുക്ക് ഒറ്റ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് ഈ ഔട്ട്ലൈന് ട്രേസ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ നമ്മൾ തയ്യൽ തുമ്പും കൂടിയും ഒരു അരയിഞ്ചും കൂടിയും മാർക്ക് ചെയ്തിട്ട് 3 പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ സെൻറ്റർ കട്ട് ചെയ്തെടുത്ത പീസ് ഉണ്ടല്ലോ അതിൽ നമുക്ക് ടോപ്പിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ഈ ഫ്ലവർ ഒന്ന് ആപ്ലിക് വർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആപ്ലിക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കഴുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഏത് ഭാഗത്താണോ വെക്കേണ്ടത് ആ വരേണ്ട ഭാഗത്ത് ഈ ഫ്ലവർ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഈ ഔട്ട്ലൈനിലൂടെ നമുക്കൊന്ന് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഓൾറെഡി ചെയിൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ബാക്കി വരുന്ന എക്സ്ട്രാ വരുന്ന തുണി ഉണ്ടല്ലോ അത് നമ്മൾ ആ ചെയിൻ സ്റ്റിച്ചിൻ്റെ അരികിനോട് ഇതേപോലെ ചേർത്ത് ഒട്ടും പുറത്തോട്ട് കാണാത്ത രീതിയിൽ നൂലൊന്നും തള്ളി നിൽക്കാത്ത രീതിയിൽ ഇതേപോലെ നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. എക്സ്ട്രാ ഉള്ള തുണിയെല്ലാം ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റിയ ശേഷം നമുക്ക് ഇതിൻ്റെ ഉൾഭാഗത്ത് കൂടി ഒന്ന് ഇതേപോലെ ഓരോ ഫ്ലവറിനും നമ്മൾ ഔട്ട്ലൈൻ കൊടുത്തിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാനപ്പോൾ ഇതേപോലെ ഗോൾഡൻ ജെറി ത്രെഡ് വെച്ചിട്ടാണ് ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉള്ളിലുള്ള ഈ പെറ്റലും അല്ലെങ്കിൽ ഫ്ലവേഴ്സൊക്കെ നമ്മൾ ഇതേപോലെ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ കാണാനും ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ താഴെയുള്ള തുണിയും ഈ വർക്കും തമ്മിൽ ഒട്ടിച്ച് വെച്ച പോലെ തന്നെ നല്ല നീറ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉൾഭാഗത്തും കൂടി ഇതേപോലെ ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം. വൈറ്റ് കട്ട് ബീഡ് വെച്ചിട്ട് ഇതേപോലെ ഓരോ ലൈൻ ചെറുതും വലുതായിട്ടുള്ള ലൈൻ ഇതിൻ്റെ ചുറ്റുമായിട്ട് ഇതേപോലെ ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ചുറ്റും റാൻഡമായിട്ട് റൗണ്ട് ഷേപ്പിൽ നമ്മൾ ഇതേപോലെ ആൻറ്റിക് കളറിലുള്ള ഗോൾഡ് ബീഡ് കട്ട് ബീഡ് ഉണ്ടല്ലോ അത് തുന്നി പിടിപ്പിച്ച് കൊടുത്തു. അപ്പോൾ ഞാനിത് ആരി നീഡിൽ വെച്ചിട്ടാണ് ചെയ്തത്. നിങ്ങൾക്ക് ആരി നീഡിൽ യൂസ് ചെയ്യാൻ അറിയാത്തവർക്ക് സൂചി നൂലും വെച്ചിട്ടും ചെയ്യാവുന്നത്. ഇനി നമുക്ക് സൈഡ് പാർട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജോയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ ലൈനിങ്ങും ബാക്കിലേക്കുള്ള പീസൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കൂടി ഒന്ന് കട്ട് ചെയ്തും എടുക്കാം. ബാക്കിലേക്ക് നമ്മൾ റെഡ് കളർ സാറ്റിനല്ല കേട്ടോ യോക്ക് പാർട്ടിന് വേണ്ടി എടുത്തത്. ബോഡിയുടെ ഹക്കോബ തുണി ഉണ്ടല്ലോ ആ ഹക്കോബ തുണി വെച്ച് തന്നെയാണ് നമ്മൾ ബാക്കിലേക്കുള്ള പ്രിൻസസ് കട്ടിനുള്ള 3 പീസ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ റെഡ് കളറിൽ 3 പീസും ബാക്കിലേക്ക് ഹക്കോബയുടെ 3 പീസും കട്ട് ചെയ്തെടുക്കുക. റെഡിലെ സെൻറ്ററിൽ നമ്മൾ എംബ്രോയ്ഡറി വർക്കും ചെയ്തെടുക്കുക. നമുക്ക് ലൈനിങ്ങിൽ നിന്ന് ഈ ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്ക് ഈ ലൈനിങ് സൽവാറിൻ്റെ സ്കേർട്ട് പാർട്ട് ഉണ്ടല്ലോ അതിനും കൂടി വെക്കണമല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് ആ സ്കേർട്ട് പാർട്ടിൻ്റെ ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് വരുന്ന കട്ട് പീസിൽ നിന്ന് ബാക്കി ഈ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതാകുമ്പോൾ നമ്മുടെ തുണി വേസ്റ്റ് ആവില്ല. അപ്പോൾ ആദ്യം നമുക്ക് അംബ്രല കട്ടിലാണ് നമ്മൾ ഈ ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ കോണായിട്ട് ഇതേപോലെ മടക്കിയതിൻ്റെ ശേഷം നമുക്ക് ഇതിൻ്റെ വേസ്റ്റ് നമുക്കൊന്ന് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫുൾ ലെങ്ത്തിൽ നിന്ന് നമ്മുടെ യോക്കിൻ്റെ ലെങ്ത്ത് 13 ഇഞ്ച് കുറച്ചിട്ട് ബാക്കി 39 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് ആ റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ താഴെ ഇവിടെ കുറവ് വരുന്ന പീസ് നമുക്ക്
ജോയിൻ ചെയ്ത് എടുക്കാം. ഈ ഭാഗം എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാത്ത ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗം ജോയിൻ ചെയ്യണം മാത്രമായിട്ട്, അതിൻ്റെ പീസ് എങ്ങനെ കട്ട് ചെയ്യണം, എങ്ങനെ ജോയിൻ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനത്ത് കൊടുക്കുക, കണ്ടു നോക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ബാക്കി വന്ന കട്ട് ചെയ്ത ശേഷം ബാക്കി വന്ന ഈ പീസ് ഉണ്ടല്ലോ, ഈ പീസിൽ നമുക്ക് ലൈനിങ് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഉള്ള ലൈനിങ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ആദ്യം സെൻറ്ററിലെ പീസ് കട്ട് ചെയ്തെടുക്കാം. അതാണല്ലോ വലിയ പീസ് വേണ്ടത്. അപ്പോൾ നമുക്കിതൊന്ന് തുണി ഒന്ന് രണ്ടായിട്ട് മടക്കിയ ശേഷം, ഇതിപ്പോൾ സെൻറ്ററിൻ്റെ ഹാഫ് പോർഷൻ മാത്രമല്ല ഈ പീസുള്ളൂ. അപ്പോൾ നമ്മളിത് ഇതേപോലെ സെൻറ്ററൊന്നൊപ്പം മടക്കിയ ശേഷം, സെൻറ്ററൊന്ന് രണ്ടായിട്ട് മടക്കിയ ശേഷം നമുക്ക് ഈ സെൻറ്റർ പോർഷൻ ഇതേപോലെ ഇതിനോട് ചേർത്ത് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്ത ശേഷം ഔട്ട്ലൈൻ ആദ്യം വരച്ചെടുക്കാം. ഇനി ഇവിടെ ഈ ഭാഗത്ത് 1/4 ഇഞ്ച് തയ്യൽത്തും കൂടി ഒന്ന് വരച്ചു കൊടുക്കുക. വരച്ചെടുക്കുമ്പോൾ കറക്റ്റ് ആ ഷേപ്പിൽ തന്നെ വേണം നമ്മൾ ആ 1/4 ഇഞ്ച് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 1/4 ഇഞ്ച് തയ്യൽത്തും കൂടി കൊടുത്ത ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനത്തെ 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഒരെണ്ണം ഫ്രണ്ടിൽ ലൈനിങ്ങും മറ്റേത് ബാക്കിലേക്കുള്ള ലൈനിങ്ങും. അങ്ങനെ 2 പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനത്തെ ഈ സെൻറ്റർ പീസ് 2 എണ്ണം വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ, ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും. ഇനി നമുക്ക് സൈഡിലേക്ക് ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ച ഈ പേപ്പർ ഉണ്ടല്ലോ, ആ പേപ്പർ വെച്ചിട്ട് 4 പീസ് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഫ്രണ്ടിലേക്ക് 2 എണ്ണവും ബാക്കിലേക്ക് 2 എണ്ണവും, അങ്ങനെ മൊത്തം 4 പീസ് വേണം ഇങ്ങനത്തത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ പേപ്പറിൻ്റെ അരികിലൂടെ ഇതേപോലെ ഒന്ന് ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാം. എന്നിട്ട് ഈ സൈഡിൽ മാത്രം നമുക്ക് ഇതേപോലെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ ലൈനിങ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മെയിൻ ഫാബ്രിക് ഉണ്ടല്ലോ, അതിൽ ഓരോ പീസിൻ്റെയും ഒപ്പം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് സെൻറ്റർ പീസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലൈനിങ്ങിൻ്റെ സെൻറ്റർ പീസും മെയിൻ ഫാബ്രിക്കിൻ്റെ സെൻറ്റർ പീസ് ഇതിപ്പോൾ ബാക്കിൻ്റെതാണ്. അത് രണ്ടും ഒരേ ഇതിൽ വെച്ചിട്ട് നമുക്കിതിൻ്റെ എല്ലാ സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ സൈഡിലെ പീസ് വെച്ച് കൊടുക്കുമ്പോൾ തെന്നി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെൻറ്ററിലെ പീസ് ആദ്യം നമുക്ക് ചുറ്റും സ്റ്റിച്ച് ചെയ്തിട്ടൊന്ന് പിടിപ്പിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഫ്രണ്ടിൽ സെൻറ്റർ പീസ് ഉണ്ടല്ലോ, അതിലും നമ്മൾ ലൈനിങ് ഒന്ന് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെക്കാം. ഇപ്പോൾ നമുക്കിതിൻ്റെ സൈഡിൽ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തയ്യൽ തുമ്പ് പുറത്തോട്ട് കാണാത്ത രീതിയിൽ എങ്ങനെയാണ് കൺസീലായിട്ട് സ്റ്റിച്ച് ചെയ്യണമെന്നുള്ളത് കാണിച്ചു തരാം. ഇപ്പോൾ സൈഡ് വെക്കുമ്പോൾ നമ്മൾ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും കൂടി ഇതേപോലെ ജസ്റ്റ് മേതെ വെച്ച് നല്ല വശത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് മറിക്കാനാണെങ്കിൽ ചീത്ത വശത്ത് തയ്യൽ തുമ്പ് ഇങ്ങനെ വിടർന്ന് നിൽക്കും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ലൈനിങ്ങിൻ്റെ ഒപ്പം ലൈനിങ്ങും അതുപോലെ തന്നെ മെയിൻ ഫാബ്രിക് ഉണ്ടല്ലോ നമ്മുടെ ഹക്കോബ, ആ ഹക്കോബയുടെ പീസ് അതിൻ്റെ നല്ല വശവും തമ്മിൽ ചേർത്തിട്ട് ഇതേപോലെ 3 പീസും കൂടി ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ മറിച്ചിട്ട് കഴിയുമ്പോൾ തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് പോയിക്കോളും. അപ്പോൾ പറഞ്ഞിട്ട് മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിത് സ്റ്റിച്ച് ചെയ്യണത് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം. കണ്ടോ, നമുക്ക് ഇതേപോലെ ഈ 3 കൂടി ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതേപോലെ മറിച്ചിട്ട് കഴിയുമ്പോൾ എന്താ, തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് പോയിക്കോളും, കാണൂല, പുറത്തൊട്ടും കാണൂല. നല്ല റെഡിമെയ്ഡ് ഫിനിഷിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഈ സൈഡിലെ പീസ് കണ്ട, ഈ നല്ല വശം കണ്ട, ആ നല്ല വശത്ത് സെൻറ്റർ പീസിൻ്റെ നല്ല വശവും ഈ നമ്മൾ സൈഡിലെ പീസ് ഉണ്ടല്ലോ നല്ല വശവും ഇതേപോലെ ചേർത്ത് വെക്കുമ്പോൾ ഈ കോർണേഴ്സ് കണ്ട ഇതേപോലെ കറക്റ്റായിട്ട് ആ ഷേപ്പിൽ തന്നെ വെച്ച് കൊടുക്കുക. നമ്മൾ സ്റ്റിച്ച് ചെയ്യണതിനനുസരിച്ച് ഇങ്ങനെ സൂചി കുത്തി നിർത്തി നീക്കി കൊണ്ടുവരിക. അപ്പോൾ 3 പീസിൻ്റെയും ഈ കോർണർ ഉണ്ടല്ലോ, 3 പീസിൻ്റെ ഇതേപോലെ ഒന്ന് ഒരുമിച്ച് വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. 3 പീസിൻ്റെയും എഡ്ജുകൾ ഇതേപോലെ കറക്റ്റായിട്ട് ഒപ്പം വെച്ചിട്ട് ഒന്നും തള്ളി നീങ്ങി പോകാതെ കറക്റ്റായിട്ട് ഒപ്പം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഈ കേവ് വരുന്ന ഭാഗമുണ്ടല്ലോ, വളവ് വരുന്ന ഭാഗത്ത് നമ്മൾ വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്യരുത്. നമ്മൾ ജസ്റ്റ് ഫ്രീ ഹാൻഡായിട്ടെന്ന് പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ ഒട്ടും പ്രഷർ കൊടുക്കാതെ ഒട്ടും വലിച്ചെടുക്കാതെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. താഴെ അറ്റം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഈ രീതിയിൽ തന്നെ ഇതിപ്പോൾ നമ്മൾ ഒരു സൈഡിൽ റൈറ്റ് സൈഡിൽ സ്റ്റിച്ച് ചെയ്തു. ഇനി അതേപോലെ തന്നെ നമുക്കിനി ലെഫ്റ്റ് സൈഡിലും കൂടി 3 പീസ് ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും കൂടി ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. 3 പീസും കൂടി ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അറിയാത്തവർ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യുക, ആദ്യം ഈ ഒരു പീസ് മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ശേഷം താഴെ
ലൈനിങ്ങും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 3 പീസും കൂടി ഒരുമിച്ച് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. ഇതാണ് ഇതിൻ്റെ നല്ല വശം എന്ന് പറയുന്നത്. ഈ നല്ല വശത്ത് കണ്ട തയ്യൽ തുമ്പ് നല്ല വശത്ത് കാണൂലല്ലോ. നല്ല വശത്ത് ഇതേപോലെ നല്ല നീറ്റായിട്ടിരിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ചീത്ത വശം നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ചീത്ത വശം ഇതേപോലെ തന്നെ തയ്യൽ തുമ്പൊന്നും ഒട്ടും പുറത്തേക്ക് കാണുന്നില്ല. നമ്മൾ നല്ല വശം ഉണ്ടായിരുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ചീത്ത വശം. അപ്പോൾ ഇതിൻ്റെ തയ്യൽ തുമ്പ് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽക്കായിട്ടാണ് പോയേക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഈ പ്രിൻസസ് കട്ടൊക്കെ നമ്മളെപ്പോഴും കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെ ഒരു ഏറ്റക്കുറച്ചിൽ വരും. അപ്പോൾ നമുക്ക് വേണ്ട ലെങ്ത്ത് 14 ഇഞ്ച് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തയ്യൽ തുമ്പടക്കം 15 ഇഞ്ചാണെങ്കിൽ ആ അളവ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ബാക്കി എക്സ്ട്രാ വരുന്നത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ബാക്കിൽ യോക്ക് പാർട്ട് കംപ്ലീറ്റായി. നമ്മൾ 3 സൈഡും 3 പീസും ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തു. നെക്ക് നമുക്ക് ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ സ്കേർട്ട് പാർട്ട് ഉണ്ടല്ലോ, ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും കൂടി നമ്മൾ ഒരുമിച്ച് വെച്ചത് കട്ട് ചെയ്ത് വെച്ചത് അത് ഇതിൻ്റെ ഒപ്പം ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ ബാക്കിൽ എല്ലാ പീസും നമ്മൾ ജോയിൻ ചെയ്ത് എടുത്തു കഴിഞ്ഞ് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് സ്റ്റിച്ച് ചെയ്യാം. ഫ്രണ്ടിൽ സെൻറ്റർ നമ്മൾ ലൈനിങ് പിടിപ്പിച്ചു. ഞാൻ ലൈനിങ്ങും പിടിപ്പിച്ചതിൻ്റെ ഒപ്പം തന്നെ നെക്കും കൂടി അടിച്ച് മറിച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ഇനി നമുക്ക് സൈഡ് പിടിപ്പിച്ച് കൊടുക്കാം. സൈഡിൽ അപ്പോൾ ഇങ്ങനെ ഈ തിളക്കമുള്ള വശം ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ തന്നെ തിളക്കമുള്ള വശം ചീത്ത വശത്തേക്കായിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗ്ലോസി അല്ലാത്ത ഈ വശമാണ് കേട്ടോ ഇതിൻ്റെ നല്ല വശം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നല്ല വശം ഈ സെൻറ്ററിൻ്റെ നല്ല വശത്ത് ഇതേപോലെ ഒരുമിച്ച് വെക്കുക. ലൈനിങ്ങിൻ്റെ ഭാഗത്തും ഒരുമിച്ച് വെച്ച് കൊടുക്കുക. ആ ഷേപ്പിൻ്റെ കറക്റ്റ് ഷേപ്പ് അനുസരിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് ഇത് ഞാൻ സ്റ്റിച്ചിങ് ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നില്ല. ബാക്കിലെ യോക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്യണത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നില്ല. ജസ്റ്റ് ഇനി സംശയമുള്ളവർ കൺഫ്യൂഷനുള്ളവർ ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ആ സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗം കറക്റ്റായിട്ടുണ്ട്. ഇപ്പോൾ ലൈനിങ്ങും ഈ മെയിൻ ഫാബ്രിക്കും ഈ രീതിയിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നല്ല വശത്തും ചീത്ത വശത്തും ഒരേപോലെ തന്നെ ആയിരിക്കും. തയ്യൽ തുമ്പ് ഒട്ടും തന്നെ കാണില്ല. തയ്യൽ തുമ്പ് നമുക്ക് ഇതേപോലെ ഇതിൻ്റെ ഉള്ളിലേക്കായിട്ടായിട്ടും പോയിട്ടുണ്ടാകുക. അപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പ് ഇതേപോലെ കൺസീൽഡ് സ്റ്റിച്ചിങ് ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരാണ്, ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കൺസീൽഡ് സ്റ്റിച്ചിങ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉപകാരമായെന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഈ ടൈപ്പ് സ്റ്റിച്ചിങ് അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. നമുക്ക് ഈ പീസിൻ്റെ ഒപ്പം സ്കേർട്ട് പാർട്ടും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ ബാക്കിൽ നെക്കും കൂടി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയും ഷോൾഡേഴ്സ് തമ്മിലൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ താഴത്തെ ഭാഗത്ത് 2 ഇഞ്ച് വീതിയിലൊരു പട്ട വെച്ച് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യോക്കിനെടുത്ത സാറ്റിൻ ഉണ്ടല്ലോ, റെഡ് കളറ്, ആ സാറ്റിൻ ഇതേപോലെ ക്രോസ് പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ 1 ഇഞ്ച് വീതിയുള്ള പട്ടയാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 3 ഇഞ്ച് വീതിയിലുള്ള ക്രോസ് പീസ്, നല്ല ലെങ്തി ആയിട്ടുള്ള ക്രോസ് പീസ് ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ഒപ്പാക്കിയിട്ടൊന്ന് അയൺ ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫിനിഷിങ്ങിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമുക്ക് താഴെ ഇതേപോലെ ഫുൾ സർക്കിളായിട്ടുള്ള വരുന്ന താഴത്തെ ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ടോപ്പിൻ്റെ ചീത്ത വശത്ത് പട്ട വെച്ചിട്ട് നല്ല വശത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് മറിച്ചിട്ടാൽ മതി. എന്നിട്ട് നമുക്കിതിൽ അവിടെ ആയിട്ട് റാൻഡമായിട്ട് കട്ട് ബീഡ്സ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ ഞാൻ സ്ലീവിൻ്റെ അറ്റത്തും ഇതേപോലെ 1 ഇഞ്ച് വീതിയുള്ള പട്ട വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഇതിൻ്റെ ലീഫും ഫ്ലവറും ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് ആപ്ലിക് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി പ്ലെയിൻ ആയിട്ടുള്ള ഭാഗത്ത് നമുക്ക് കട്ട് ബീഡ് തുന്നി പിടിപ്പിച്ച് കൊടുക്കാം. സ്ലീവ് ടോപ്പിൽ അറ്റാച്ച് ചെയ്ത ശേഷം നമുക്ക് താഴെ ഭാഗത്ത് വക്കടിച്ച് കൊടുക്കാം. അപ്പോൾ ടേബിൾ ടോപ്പ് മെഷീൻ കയ്യിലുള്ളവരാണെന്നുണ്ടെങ്കിൽ റോൾ ഹെം ചെയ്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നൈസായിട്ടൊന്ന് വക്ക് മടക്കി അടിച്ചെടുക്കുക. ഒരുപാട് വീതിയിൽ മടക്കി അടിക്കരുത്, എത്രയും ചെറുതാക്കി അടിക്കാൻ പറ്റുമോ അത്രയും നീറ്റ്നെസ് ഉണ്ടാവും. അതേപോലെ തന്നെ ലൈനിങ്ങിൻ്റെ വക്കും മടക്കി അടിച്ചു കൊടുക്കും. നമുക്ക് ഈ സ്ലീവിൻ്റെ അറ്റം തുടങ്ങി താഴെ അറ്റം വരെ സൈഡൊന്ന് കൂട്ടി അടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ അംബ്രല കട്ടിലുള്ള ലൈനിങ് ഒക്കെ ഇട്ട സൽവാർ സൈഡ് കൂട്ടി അടിക്കുമ്പോൾ നമ്മൾ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും കൂടി അറ്റം വരെ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്ത് പോകരുത്. ഇവിടം വരെ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും കൂടി ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്ത ശേഷം അവിടെ നിന്ന് താഴോട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലൈനിങ് സെപ്പറേറ്റ് ആയിട്ടും മെയിൻ ഫാബ്രിക് സെപ്പറേറ്റ് ആയിട്ടും വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് താഴേക്ക് നമ്മൾ ഈ മെയിൻ ഫാബ്രിക് മാത്രം മെയിൻ ഫാബ്രിക്കിൻ്റെ 2 പീസും കൂടി ഒരുമിച്ച്
താഴെ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ ഇതേപോലെ ഉള്ളിലേക്ക് നീക്കി വെച്ചതിൻ്റെ ശേഷം ലൈനിങ്ങിൻ്റെ വക്കുകൾ തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് താഴെ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ സൈഡ് കൂട്ടി പിടിച്ച് പോകാതെ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് നല്ല ഫ്ലെയറിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ സ്റ്റിച്ചിങ് കറക്റ്റായിട്ട് അറിയാൻ പാടില്ലാത്ത ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സൈഡ് മാത്രം കൂട്ടിയെടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ വീഡിയോയുടെ അവസാനം കൊടുക്കുക. ആവശ്യമുള്ളവരൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.